നമസ്കാരം. 8 മാസം ഗർഭിണിയായ 23-കാരിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം. വീണ്ടും എത്ര പറഞ്ഞിട്ടും ഇസ്രായേൽ അവരുടെ കൂട്ടക്കുരുതികൾ നിർത്തുന്നില്ല എന്നും നിരപരാധിയായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നത് അവർ ഒരിക്കലും തടസ്സമാക്കുന്നില്ല എന്നും പറയുന്നു. റിപ്പോർട്ട് പുറത്തു വരുന്നത് പ്രകാരം തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഗസ കഴിഞ്ഞു എന്നും അതുപോലെ 15 മാസം കൊണ്ട് കൊന്നു തള്ളാവുന്ന മനുഷ്യരെ എല്ലാം കൊന്നു തള്ളിയിട്ടും ഇതുവരെ ഇതിനെക്കുറിച്ചൊരു കാര്യം പോലും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. മറിച്ച് ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളാണുള്ളത്. തീവ്രവാദികളെയാണ് ഞങ്ങൾ ദ്രോഹിക്കാൻ നോക്കുന്നതെന്നും അതിന്റെ ഇടയിൽ തന്നെ കുട്ടികളും സ്ത്രീകളും പെട്ടുപോകുന്നതാണെന്നും തരത്തിലുള്ള ഇസ്രായേലിന്റെ ന്യായീകരണം ഇനി മുന്നോട്ട് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. കളിച്ചിരികളുടെ പ്രായത്തിൽ ജീവൻ നഷ്ടപ്പെട്ടും അംഗമംഗം വന്നുമൊക്കെ അനാഥരായിട്ടുള്ള നിരവധി കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഗസ നഗരത്തിൽ. ഫലസ്തീൻ പാവപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെയും അഭയാർത്ഥികളായി മാറുമ്പോഴും അവരുടെ മരണം അവരുടെ കയ്യിലുണ്ട് എന്ന് അവർക്കറിയാം. ആശുപത്രികളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലും അടക്കം ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അടുത്ത ലക്ഷ്യം വെസ്റ്റ് ബാങ്ക് തന്നെയാണ്. വെസ്റ്റ് ബാങ്കിൽ സാധാരണക്കാരായ ഫലസ്തീനികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ അതിശക്തമായി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം. നൂർഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ റെയ്ഡിനിടെ 2 ഫലസ്തീൻ യുവതികളെ വെടിവെച്ച് കൊന്നുവെന്ന് പറയുന്നു. കൊല്ലപ്പെടുമ്പോൾ തന്നെ 23-കാരിയായ സുന്ദോസ് ജമാൽ മുഹമ്മദ് ഷലാബി 8 മാസം ഗർഭിണിയായിരുന്നു. റഹാഫ് ഫൗദ് അബ്ദുള്ള അൽ അഷ്കർ എന്ന 21-കാരിയാണ് കൊല്ലപ്പെട്ട മറ്റൊരാൾ. പ്രദേശത്ത് തീവ്രവാദികൾ കയറിക്കൂടുന്നതുണ്ടെന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ വീടുകളിലേക്കും വാതിലുകളും തള്ളിത്തകർത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം കടന്നുകയറി. ടാങ്കറുകളും ബുൾഡോസറുകളുമായി എത്തിയ സൈന്യത്തെ പേടിച്ചാണ് നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിന് കിഴക്കെയുള്ള അൽ മൻഷിയയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്ന സുന്ദോസ് ജമാലും കുടുംബവും ഉണ്ടായിരുന്നത്. വീടിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് നേരെ വെടിവയ്പ് ഉണ്ടാവുകയായിരുന്നു. സുന്ദോസിനും ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസികൾ ഓടിയെത്തി വീടുകൾക്കുള്ളിൽ മാറ്റിയതിനാൽ തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 കുട്ടികൾ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. വെടിയേറ്റ് വീണ് പിടഞ്ഞ ദമ്പതികളെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഇസ്രായേൽ സൈന്യം അനുവദിച്ചില്ലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഫെബ്രുവരി 9 ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഈ ആക്രമണം സംഭവിച്ചത്. 2 തവണ ആംബുലൻസ് എത്തിയെങ്കിലും പരിക്കേറ്റവരുടെ അടുത്തേക്ക് പോകാൻ പോലും സൈന്യം അനുവദിച്ചിട്ടില്ലായിരുന്നു. 8 മാസം ഗർഭിണിയായി സുന്ദോസ് അപ്പോഴേക്കും തന്നെ ചോര വാർന്ന് മരിച്ചിരുന്നു. ഇസ്രായേൽ സൈന്യം ഇതിനോടകം ഉപരോധിച്ച തബേറ്റ് സർക്കാർ ആശുപത്രിയിലാണ് സുന്ദോസിനെയും ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെയും കൊണ്ടുപോയത്. സുന്ദോസിന്റെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ കുഞ്ഞും ഉദരത്തിൽ വച്ചു തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതിക്രൂരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്നതായി പുറത്തു വരുന്നത്. വംശഹത്യ, കുട്ടികളെ കൊലപ്പെടുത്തുക, നിർബന്ധിത പലായനം, ഇങ്ങനെ ഗസയിൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങൾ വെസ്റ്റ് ബാങ്കിലും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ തുൽക്കാർമിന് കിഴക്കുള്ള ക്യാമ്പിൽ വെച്ചാണ് 21 വയസ്സുള്ള റഹാഫ് ഫൗദ് അബ്ദുള്ള എന്ന യുവതിയെ സൈന്യം വെടിവെച്ചത്. ഒരു തീവ്രവാദിയെ കണ്ടെത്താൻ സൈന്യം വീട് പരിശോധിക്കുകയാണെന്ന് ആളുകൾ പുറത്തു പോകണമെന്നും ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പ് നൽകിയിട്ടും യുവതി പുറത്തു വന്നില്ല എന്നതിന് പറഞ്ഞാണ് വാതിൽ തകർത്തപ്പോൾ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇതാണ് ഇസ്രായേലിന്റെ ന്യായം തന്നെ. സാധാരണക്കാർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്നും അത് തടയാൻ ശ്രമിക്കുന്നതായും സൈന്യം പറയുന്നുണ്ട്. ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയായ തന്നെ ഇപ്പോൾ പരിക്കേറ്റവർക്ക് വൈദ്യസഹായവുമായി രംഗത്തുണ്ട്. ഇവരെ സൈന്യം തടയുന്നത് പതിവ് തന്നെയാണ്. കൂടുതൽ ബന്ദിമോചനത്തിനും ഗസയിൽ ശാശ്വത സമാധാനത്തിനും വഴി തുറക്കുന്ന 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ഇപ്പോൾ സജീവമാകുന്നതിനിടയിലാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് നിലവിളികൾ ഉയരുന്നത് എന്ന് തന്നെ പറയാം. ആദ്യഘട്ട കരാറിന്റെ ഭാഗമായി നെറ്റ്സരീം ഇടനാഴികളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുമ്പോൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിൽ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംശയിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വീണ്ടും കൂട്ടക്കുരുതികൾ നടത്തുന്നുവെന്ന് പറയാൻ സാധിക്കുന്നത്.